വിസിറ്റ് ഗൾഫുമായി ഞാൻ സേതുലക്ഷ്മി. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കൊല്ലം പാരിപ്പള്ളിയിലെ മണിയൻപിള്ള വധക്കേസിൽ ആട് ആന്റണിക്ക് ജീവപര്യന്തം തടവും 4.45 ലക്ഷം പിഴയും. തുകയിൽ 2 ലക്ഷം രൂപ മണിയൻപിള്ളയുടെ കുടുംബത്തിന്. ആന്റണിക്ക് വധശിക്ഷ നൽകണമായിരുന്നു എന്ന് മണിയൻപിള്ളയുടെ ഭാര്യ സംഗീത. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തിൽ CPM-ൽ ഭിന്നസ്വരം. പാർട്ടിയുമായി ആലോചിക്കാതെയുള്ള നിയമനത്തിന് പിന്നിൽ പിണറായിയുടെ മാത്രം താൽപര്യം. വിവാദത്തിൽ മൗനം വെടിയാതെ മുഖ്യനും നേതാക്കളും. ഹജ്ജ് നിയമങ്ങൾ ലംഘിക്കുന്ന വിമാന കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കാൻ വ്യവസ്ഥ. 10,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്കേറിയാൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശം സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ടിൽ. തൊഴിൽ സംബന്ധമായ പരാതികൾ ഓഗസ്റ്റ് 1 മുതൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ഒമാൻ മാനവശേഷി മന്ത്രാലയം. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനം നടപ്പാക്കുന്നത് മസ്കത്ത് ഗവർണറേറ്റിൽ. UAE-യിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വൻ പിഴ വരുന്നു. 20 ലക്ഷം ദിർഹം വരെ പിഴയ്ക്കും താൽക്കാലിക തടവിനും വ്യവസ്ഥ. ദേശീയ മാധ്യമ സമിതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ നിയമം. നായ്ക്കളെ ഇറക്കുമതി ചെയ്യുന്നതിനും വിൽക്കുന്നതിനും UAE-യിൽ നിയന്ത്രണത്തിന് സാധ്യത. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമം കർശനമാക്കും. നിയമം ലംഘിച്ചാൽ ജീവപര്യന്തം തടവിനും 10 ലക്ഷം ദിർഹം വരെ പിഴയ്ക്കും ശുപാർശ. വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയെ കുത്തിക്കൊന്ന കേസിൽ ആട് ആന്റണിക്ക് ജീവപര്യന്തം. 4.45 ലക്ഷം ആന്റണി പിഴയൊടുക്കണം. കൊല്ലം സെഷൻസ് കോടതിയുടേതാണ് വിധി. അതേസമയം വിധിയിൽ തൃപ്തിയില്ലെന്ന് മണിയൻപിള്ളയുടെ ഭാര്യ സംഗീത. ആന്റണിക്ക് വധശിക്ഷ നൽകണമായിരുന്നു എന്നും സംഗീത പറഞ്ഞു. പാരിപ്പള്ളിയിൽ പോലീസ് ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവും ക്രിമിനലുമായ ആടാന്റണിക്ക് ജീവപര്യന്തം കഠിന തടവും 4.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ജോർജ് മാത്യുവാണ് വിധി പ്രസ്താവം നടത്തിയത്. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും കൊലപാതക ശ്രമത്തിന് 10 വർഷവും ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് 3 വർഷവും വ്യാജരേഖ ചമച്ചതിനും തെളിവ് നശിപ്പിക്കലിനും 1 വർഷം വീതവുമാണ് തടവ് ശിക്ഷ. മണിയൻപിള്ളയ്ക്കൊപ്പമുണ്ടായിരുന്ന ASI ജോയിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് കൊലപാതക ശ്രമത്തിന് 307 വകുപ്പ് പ്രകാരം 10 വർഷം തടവിന് വിധിച്ചിട്ടുള്ളത്. 2012 ജൂൺ 26-നാണ് മണിയൻപിള്ളയെ ആടാന്റണി കുത്തിക്കൊലപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിൽ CPM-നുള്ളിൽ അമർഷം പുകയുന്നു. പിണറായിയുടെ ഏകപക്ഷീയ നിലപാടിൽ പാർട്ടി സംസ്ഥാന ഘടകം അതൃപ്തി അറിയിച്ചതായാണ് സൂചന. അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകാനും സാധ്യത. MK ദാമോദരൻ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ തണുക്കുന്നതിനിടെയാണ് സാമ്പത്തിക ഉപദേഷ്ടാവ് പദവിയിലേക്കുള്ള ഗീതാ ഗോപിനാഥിന്റെ നിയമനം. നവ ഉദാരീകരണ നയം പിന്തുടരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞയിൽ നിന്ന് കേരളത്തിലെ ഇടത് മുഖ്യമന്ത്രി എന്തുപദേശമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ഒരു വിഭാഗം പരോക്ഷമായും ചോദിക്കുന്നത്. പാർട്ടിയോട് ആലോചിക്കാതെയുള്ള പിണറായിയുടെ നിലപാടിൽ തോമസ് ഐസക്കിന്റെ മൗനവും വിഷയത്തിന് പുതിയ മാനം നൽകുന്നുണ്ട്. ഉപദേഷ്ടാവിനെ നിയമിക്കുന്നത് ഭരണപരമായ നടപടിയാണെങ്കിലും ഇക്കാര്യത്തിൽ അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ നിലപാട് നിർണായകമായേക്കും. അതേസമയം ഗീതയെ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തത് ആരെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ അടിമുടി പൊളിച്ചെഴുത്തിന് പിണറായി തയ്യാറെടുക്കുന്നതായുള്ള സൂചനകൾ സാമ്പത്തിക വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായിരുന്ന പ്രൊഫസർ പ്രഭാത് പട്നായിക് ഉൾപ്പെടെയുള്ളവരും പുതിയ സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം നിയമനത്തെ ചൊല്ലി വിവാദം തലപൊക്കുന്നതിനിടെയാണ് സർക്കാർ നടപടിയിൽ വിശദീകരണവുമായി ഗീതാ ഗോപിനാഥ് രംഗത്തെത്തിയത്. പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായതിൽ സന്തോഷമുണ്ടെന്നും തന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണെന്നും ഗീത കേംബ്രിഡ്ജിൽ പറഞ്ഞു. പ്രതിഫലം വാങ്ങാതെയുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടില്ലെന്നും ഹാർവാർഡ് സർവകലാശാലയിൽ തുടരുമെന്നുമാണ് ഗീത നൽകുന്ന വിശദീകരണം. നിയമോപദേഷ്ടാവ് പദവിയിൽ MK ദാമോദരനെ പിന്തുണച്ച പിണറായി വിജയൻ ഗീതയുടെ നിയമനത്തിൽ എന്ത് വിശദീകരണമാണ് നൽകുക എന്നത് അവ്യക്തമാണ്. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്തായാലും തോമസ് ഐസക്കും C രവീന്ദ്രനാഥും ഉൾപ്പെട്ട മന്ത്രിസഭയിൽ പുതിയൊരു സാമ്പത്തിക വിദഗ്ധയുടെ ഉപദേശം ആവശ്യമാണോ എന്നതാണ് മുന്നണിയിൽ പരോക്ഷമായി ഉയർന്നു കേൾക്കുന്ന വികാരം. ന്യൂസ് ബ്യൂറോ, കൗമുദി. ഹജ്ജ് നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്ന വിമാന കമ്പനികൾക്ക് 10,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്ക് ദിർഹം പിഴ ചുമത്തുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഹജ്ജ് വിമാന കമ്പനികൾക്ക് വേണ്ടി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് മുന്നറിയിപ്പ്. ആദ്യ ഹജ്ജ് വിമാനം ഓഗസ്റ്റ് 4-നാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള അസീസ് വിമാനത്താവളത്തിൽ എത്തുക.
ഹജ്ജ് നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്ന ഹജ്ജ് വിമാന കമ്പനിക്ക് 10,000-നും 1,00,000 റിയാലിനും ഇടയിൽ പിഴയുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഹജ്ജ് വിമാന കമ്പനികൾക്ക് വേണ്ടി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. ആദ്യ ഹജ്ജ് വിമാനം ആഗസ്റ്റ് 4-ന് ജിദ്ദയിലെ കിങ് അബ്ദുള്ള അസീസ് വിമാനത്താവളത്തിലെത്തും. ഹജ്ജ് ടെർമിനലിൽ തീർത്ഥാടകരുടെ സേവനത്തിനായി വിവിധ വകുപ്പുകളുടെ കീഴിൽ 12,000-ഓളം പേർ സേവനത്തിനുണ്ടാകും. മണിക്കൂറിൽ 3,800 ഹജ്ജ് തീർത്ഥാടകരെയും ഒരേ സമയം 10 വിമാനങ്ങളെയും സ്വീകരിക്കാനുള്ള സൗകര്യം ഈ ടെർമിനലിലുണ്ട്. കൂടാതെ വിവിധ ഭാഷകളിലുള്ള ഇലക്ട്രോണിക് സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. അതേസമയം ഉംറ തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് അവസാനിച്ചതോടെ ഹജ്ജ് ടെർമിനൽ ബുധനാഴ്ച അടച്ചു. ഹജ്ജ് വിമാനങ്ങളുടെ വരവ് തുടങ്ങുന്ന ആഗസ്റ്റ് 4-ന് വീണ്ടും ടെർമിനൽ തുറക്കും. തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ സീസണിൽ വിമാനത്താവളത്തിലെ ഹജ്ജ് ഉംറ ടെർമിനൽ വഴി സ്വദേശത്തേക്ക് 29 ലക്ഷത്തിലധികം ഉംറ തീർത്ഥാടകർ മടങ്ങിയെന്നാണ് കണക്ക്. 18,000-ത്തിലധികം വിമാന സർവീസുകളിലാണ് ഇത്രയും തീർത്ഥാടകർ തിരിച്ചുപോയത്. കൗമുദി ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. തൊഴിൽ സംബന്ധമായ പരാതികൾ ഓഗസ്റ്റ് 1 മുതൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ഒമാൻ മാനവശേഷി മന്ത്രാലയം അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനം നടപ്പാക്കുന്നത്. തൊഴിലുടമയെക്കുറിച്ചുള്ള പരാതികൾക്ക് പുറമെ പരാതികളിന്മേലുള്ള തുടർ നടപടി സംബന്ധിച്ച അന്വേഷണം, തൊഴിൽ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവയാണ് ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. നിയമം ലംഘിക്കുന്ന തൊഴിലാളികളെക്കുറിച്ച് തൊഴിലുടമകൾക്കുള്ള പരാതികളും ഇങ്ങനെ സമർപ്പിക്കാം. ആദ്യഘട്ടമായി മസ്കറ്റ് ഗവർണറേറ്റിലാണ് തൊഴിൽ പരാതികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പാക്കുക. കൂടുതൽ ഗവർണറേറ്റുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നതും കൂടുതൽ സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതും പിന്നീട് പരിഗണിക്കും. ഓൺലൈൻ അപേക്ഷകൾ പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സനത് കേന്ദ്രങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പരാതി നൽകുന്നതിന്റെ ആദ്യപടിയായി തിരിച്ചറിയൽ കാർഡുകൾ സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. 2015 ജൂലൈ 15-ന് ശേഷം ലഭിച്ച റെസിഡന്റ് കാർഡുകൾക്കാണ് സർട്ടിഫിക്കേഷൻ ലഭ്യമാവുക. രാജ്യത്തെ 33 കേന്ദ്രങ്ങളിലുള്ള IT അതോറിറ്റിയുടെ ടാം സെന്ററുകളിൽ സർട്ടിഫിക്കേഷൻ സൗകര്യം ലഭ്യമാണ്. നാഷണൽ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ സെന്ററിന് കീഴിൽ സർക്കാർ സേവനങ്ങൾ ആധികാരികമായും സുരക്ഷിതമായും ലഭ്യമാക്കുന്നതിനാണ് സർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുക. ഒമാൻ മന്ത്രാലയത്തിന്റെ ഇനി പറയുന്ന വെബ്സൈറ്റ് വിലാസത്തിലാണ് പരാതികൾ സമർപ്പിക്കേണ്ടത്: www.manpower.gov.om. UAE-യിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വൻ പിഴ വരുന്നു. 20 ലക്ഷം ദിർഹം വരെ പിഴയും താൽക്കാലിക തടവും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു. ദേശീയ മാധ്യമ സമിതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിയമവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE-യിൽ സൈബർ കുറ്റത്തിന് 20 ലക്ഷം വരെ പിഴയും താൽക്കാലിക തടവും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു. വ്യാജമോ മറ്റൊരാളുടെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ വിലാസം ഉപയോഗിച്ചാൽ 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെ പിഴയോ താൽക്കാലിക തടവോ, ഇത് രണ്ടും കൂടിയ ശിക്ഷയോ ലഭിച്ചേക്കാം. നിയമം 12/2016 സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിദേശ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനാവശ്യമായ നിയമ ഭേദഗതിയും ദേശീയ മാധ്യമ സമിതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നിയമവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE-യിലെ മാധ്യമ കാര്യാലയങ്ങളുടെ മേൽനോട്ടം നടത്താനും ആവശ്യമായ ചുമതലകൾ വഹിക്കാനും സർക്കാർ സ്ഥാപനമായ ദേശീയ മാധ്യമ സമിതിയാണെന്ന് നിയമത്തിൽ പറയുന്നു. രാജ്യത്തെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമ സമിതി പുറപ്പെടുവിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് ഫെഡറൽ നിയമത്തിൽ പറയുന്നുണ്ട്. കൗമുദി ന്യൂസ്, അബുദാബി. നായ്ക്കളെ ഇറക്കുമതി ചെയ്യുന്നതിനും വിൽക്കുന്നതിനും UAE-യിൽ നിയന്ത്രണം വരുന്നു. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമം രാജ്യത്ത് കർശനമാക്കുന്നതിന് ഫെഡറൽ നാഷണൽ കൗൺസിൽ സമർപ്പിച്ച കരട് നിയമമാണ് നിരോധനത്തിന് ശുപാർശ ചെയ്യുന്നത്. പിറ്റ്ബുൾസ്, മാസ്റ്റിഫ്, ടോസ, റോഡ്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഹസ്കിസ്, ഡോബർമാൻ, പിൻഷർ, ബോക്സർ, ഡാൽമേഷ്യൻ തുടങ്ങിയ ഇനം നായ്ക്കളെയാണ് രാജ്യത്ത് നിരോധിക്കാൻ ഒരുങ്ങുന്നത്. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമം രാജ്യത്ത് കർശനമാക്കുന്നതിന് ഫെഡറൽ നാഷണൽ കൗൺസിൽ സമർപ്പിച്ച കരട് നിയമമാണ് ഇവയുടെ നിരോധനത്തിന് ശുപാർശ ചെയ്യുന്നത്. ജൂൺ 15-നാണ് FNC ഇതു സംബന്ധിച്ച കരട് നിയമം സമർപ്പിച്ചത്. വന്യജീവികളെയും അപകടകാരികളായ മറ്റു മൃഗങ്ങളെയും വീട്ടിൽ വളർത്തുന്നതിനും കരട് നിയമപ്രകാരം വിലക്കുണ്ട്. നിയമം ലംഘിച്ചാൽ ജീവപര്യന്തം തടവും 10 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ ശുപാർശ ചെയ്തിരിക്കുന്നത്. മൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ആരെങ്കിലും മരിച്ചാൽ ഉടമസ്ഥന് ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടി വരും. മൃഗങ്ങൾ മറ്റുള്ളവർക്ക് ശാരീരിക വൈകല്യത്തിന് കാരണമാകും വിധം പരിക്കേൽപ്പിച്ചാൽ 7 വർഷമാണ് തടവ്. ചെറിയ പരിക്കേൽപ്പിച്ചാൽ 1 വർഷം വരെ തടവും 10,000 ദിർഹം വരെ പിഴയും ലഭിക്കും. ഇന്നത്തെ UAE സ്വർണ്ണ നിരക്ക് 24 ക്യാരറ്റിന് 159.75 ദിർഹം, 22 ക്യാരറ്റിന് 150.25 ദിർഹം. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്: ദിർഹം 18.29 രൂപ, 1000 രൂപയ്ക്ക് 54.61 ദിർഹം. കൗമുദി ന്യൂസ് അറ്റ് ഗൾഫ് സമാപിക്കുന്നു. ശുഭരാത്രി.